102. എന്നിട്ട് എവിടുന്നോ ഇത് അടുത്തുനിന്ന് ഒരുത്തം വരും ഇങ്ങനെ മുക്കുവിന്റെ അത്ര നീളമുള്ള ഇങ്ങനെയാണ് ഞാൻ അവനെ കണ്ടത്. അവനിങ്ങനെ പോയി ഇറങ്ങി മുക്കും പോകുന്നതിന് കുറച്ച് മുന്നേ അവനിങ്ങനെ ഇറങ്ങി വലതുവശത്തോട്ട് പോയി. ഈ ഫ്ലാറ്റിന്റെ ഈ ഫ്ലാറ്റ് കിഴക്കോട്ട് നിൽക്കുന്ന ഫ്ലാറ്റാ, അതിന്റെ വലതുവശത്തോട്ട് പോകും. മുക്കും വന്നപ്പോൾ ഞാൻ പോയെന്ന് പറഞ്ഞപ്പോൾ അവനും അതിന് തൊട്ട് മുന്നേ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോ മുക്കും വന്നു നിന്ന അവനിങ്ങനെ കൂടി പോകുന്ന മുക്കും കണ്ടിട്ടുണ്ടോ അവരെ? ഇപ്പോഴാണ് വരുന്നവർ കഥയുണ്ടാക്കുന്നതാണ്. ഞാൻ അവന്റെ കൂടെ ആണ് ആ വരുന്നവന്റെ കൂടെ ഇങ്ങനെ കുറെ കഥയുണ്ടാക്കി നടക്കുമായിരുന്നു അവരെ പോയി. രാജകുഞ്ഞിട്ട് പറയുന്നത് എന്തോ ഇവിടെ ഉള്ളവരാ എന്നോട് ബുദ്ധി പിടിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് എന്നെ അറിയാവുന്ന, എനിക്ക് ഇവിടെ ഉള്ളവരെ ഒന്നിനെ അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന ഓരോ ആളിനെ ഉള്ള മുക്കും കുറ്റാണ്, അല്ലാതെ വേറെ ആളിനെ അറിയത്തില്ല. എനിക്ക് മുക്കുമിനെ അറിയത്തുള്ളൂ. മുക്കുമായിട്ട് വരുന്നത് അല്ലാതെ കണ്ടതൊന്നും ഇവിടെ വരുന്നില്ല. പിന്നെ ഈ ഓണമാണ് എന്റെ ഇവൻ നിങ്ങൾ വാടക വാങ്ങിക്കാൻ പറയാം ഓണം എന്ന് പറയുന്നത്. ഞങ്ങൾ നോക്കാനാ ഒരു 12 രൂപ മുറി ഇന്ന് തൂക്കാലും കുറച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേന് പൊടി കൊണ്ട് ഇങ്ങനെ അതിശയം കൊണ്ടുവച്ചാൽ ഉള്ള DDT എല്ലാം കൂടെ അടിക്കുക നമ്മുടെ മണ്ടയ്ക്കോട്ട്. ഈ പൊടിയുടെ വേഷം DDT ഇങ്ങനെ അടിക്കുക. അടുക്കളയൊക്കെ കാണും. ഇങ്ങനെയാണോ അടുക്കള? ഒരു മാസമായുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ വാങ്ങിച്ചു വെച്ചിട്ട് അതിന്റെ വെള്ളയിലൊക്കെ ഇരിക്കുന്ന ഈ ഇത് കാണണം. എന്നിട്ട് ഇതിങ്ങനെ പോയിസണസ് ഗ്യാസ് ഇങ്ങനെ അടിക്കുമല്ലോ ഇങ്ങനെ DDT എല്ലാം കൂടെ എന്ന് നിൽക്കാനൊക്കെ ദിവസം മുക്കും മുക്കും വന്നപ്പോ മിനിഞ്ഞാന്ന് അതിന് മുമ്പത്തെ ദിവസമോ മുക്കും വന്ന് കയറി ഇനി പോന്നു. മുറിക്കകത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോ അവിടെ ഭയങ്കര മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർഫ്യൂം ഉണ്ടല്ലോ അമ്മേ, ഈ സ്പ്രേ ഇല്ലയോ, സ്പ്രേയുടെ മണം ഭയങ്കര. മുക്കും സ്പ്രേ ഒന്നും ഇങ്ങനത്തെ സ്പ്രേ ഒന്നും അടിക്കത്തില്ല. മുക്കും വരുമ്പോഴും ഇല്ല പോകുമ്പോഴും ഇല്ല. അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര വ്യക്തവാദമാണ്. മുഖത്തെ തൊലിയെല്ലാം പൊളിക്കാനായിട്ട് അടിക്കുന്നതാ. മുഖത്തെ തൊലിയെല്ലാം പൊള്ളിച്ച് കയ്യും കാലെല്ലാം പൊളിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കയ്യിൽ ഇങ്ങനെ വ്യക്തവാദം അടിച്ചടിച്ചടിച്ചടിച്ച് എന്താ പറയുന്നത്? ഇത് ഞാൻ എല്ലാവരും പോയി പറയാനിരിക്കുക. എല്ലാവരും ഞാൻ പോയി ഒന്ന് പറയുന്നുണ്ട്. എന്തോ മനുഷ്യരെ കണ്ടൊക്കെ DDT അയക്കുന്നതിന് കാണിക്കാൻ ഈ ഫോട്ടോയ്ക്കകത്ത് ഈ എക്സോസ്റ്റ് ഫാനൊക്കെ അതൊരു മനുഷ്യരൊക്കെ ഈ ആളുകൾ ഇങ്ങനെ എക്സോസ്റ്റ് ഫാനിൽ ഇരിക്കുന്നത്. ഒരു മാസമേ ആളുകൾ എക്സോസ്റ്റ് ഫാൻ വാങ്ങിച്ചു വെച്ചത്. ഇപ്പൊ മാത്രമല്ല എവിടെ പോയാലും ഇവന്മാര് പറയുന്നത് നന്നായിട്ട് ആൾക്കാരെല്ലാം ഫില്ലിങ്ങിന്റെ ഓണർമാരെല്ലാം അതിനകത്ത് ഇങ്ങനെ ചെയ്തല്ലോ. എന്ത് തോന്നിയാത്തോ കാണിക്കാമോ മനുഷ്യരോട്? ഞാൻ എങ്ങും പോകുന്നില്ല. ചെറുക്കാൻ ഇവിടെ കേസ് കൊടുത്തിട്ട് ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ പോകുന്നുണ്ട്. എവിടെ ആയാലും അത് നല്ലതന്നെയല്ല. ഞാനും മുക്കും കൂടെ വരുന്നുണ്ട്. എന്റെ വീടിന്റെ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യാൻ എന്തെങ്കിലും പോലും ഞങ്ങൾ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്റെ വർക്കും പണിക്കകത്തൊക്കെ ആരൊക്കെയാ വരുന്നതെന്നൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്റെ വസ്തുവിനും വായിക്കാത്തൊക്കെ ആരൊക്കെയാ വരുന്നതെന്നൊക്കെ എനിക്ക് അറിയണം. അവിടെ ഞങ്ങൾ വന്ന് ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വരുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങൾക്ക് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യണം അവിടെ. സൗണ്ടുള്ള ക്യാമറ ഇപ്പോൾ ഉള്ളത്. അതുപോലെ നിങ്ങളുടെ വഴക്കേടെ കുട്ടനൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു വീട്ടിലേക്ക് വരാം. കള്ളപ്പറയല്ലേ? പിന്നെ നാട്ടുകാർ ചുമ്മാ പറയുമോ? നാട്ടുകാരൊക്കെ പറയുന്നത് വെറുതെയാണോ? കുട്ടച്ചാൻ നിങ്ങളെ
ചുമ്മാ പറയോ ഒരു വീട്ടിലെ പോലെയാണോ പറഞ്ഞത്? അയ്യോ ഇപ്പൊ അവരെല്ലാം ഒന്നാമല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ വീട്ടിലെങ്ങാണോ ആ തെമ്മാടി കഴിയുന്നത് കയറിയാലും ഉള്ള കാര്യം ഞാൻ പറയാം. അവൻ എന്നെ വിളിച്ച് അവൻ പറഞ്ഞ ഭാഷയൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. തെമ്മാടി കഴിയുന്നത് പോലെ ആ കൂട്ടിച്ചു പോയാൽ മലപ്പുറത്തിലൊക്കെ എന്നെ കൂട്ടി പാട്ടിന്റെ ബാക്കി എന്റെ വീട്ടിലെല്ലാം കയറിയാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ ഭക്ഷണമൊക്കെ വിളിക്കാട്ടോ. ആ എങ്ങനെ കൂട്ടി കഴിയുന്നത് പോലെ കണ്ട് രാജനാട് പറഞ്ഞേക്കാം. അവിടെ താമസിക്കുന്ന മര്യാദയ്ക്ക് അയൽക്കാരൊന്നും വെള്ളക്കൂടാൻ പോകണ്ടാണ് കേട്ടോ. ഇത് കുട്ടികളെ കഴിഞ്ഞാൽ വഴി കഴിഞ്ഞും റോഡ് വലുതായൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട്. എന്താ പറയാത്തത്? ഹലോ, കുട്ടികളെ കഴിഞ്ഞാൽ റോഡ് വലുതാക്കിയതും എന്നോട് ചോദിച്ചോ? വലുതാക്കുന്നത് എന്തോ വസ്തു കൊടുക്കണോ വേണ്ടയോ ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു. എന്റെ വസ്തു മാത്രമല്ല ഒരേ വസ്തു എടുത്തോ? എന്റെ വസ്തു എത്രയും പോയി എനിക്കറിയണം. എനിക്കറിയാം എന്റെ വസ്തു എത്രയും എടുത്തെന്നൊക്കെ ഉള്ളത്. ആഹാ, റോഡ് വെട്ടിയെങ്കില് എന്റെ മാത്രമെന്ന് വെച്ചാൽ പേപ്പറിന്റെ കൊലകൾ കേട്ടോ. ഒന്നാമത് നാട്ടുകാർ പറയുന്നത് എന്തോ കുട്ടരി ചട്ടനും എല്ലാം വീട്ടിനകത്താണല്ലോ ഇപ്പൊ നിങ്ങൾ എന്തുവാ വീടുകൾ വൃത്തി പിടിക്കാനൊക്കെ. എങ്ങാണ്ട് വെള്ളക്കല്ലുകറി, എങ്ങാണ്ട് ചേക്കൂട്ടി കൈകറി